ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് ഉഴുന്നുവട. അപ്പോൾ ഉഴുന്ന് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. 250 ഗ്രാം ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാനിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ഉഴുന്നാണിത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉഴുന്നുവട ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്ന് എടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലോട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള 1 ഇഞ്ച് കഷ്ണവും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 1-2 സ്പൂൺ മാത്രമേ ആദ്യം ചേർക്കാവുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ മാവ് ഒത്തിരി ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ല. അപ്പം വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് മാത്രം ചേർത്ത് 2-3 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായി എയറേഷൻ ഉണ്ടാകാനും ഉഴുന്നുവട നന്നായി സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി 8 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതിടാം. പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ 1/2 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുരുമുളക് ചതച്ചത് അല്പം നമുക്ക് ഇടാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കയ്യിൽ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചതിന് ശേഷം അല്പം മാവെടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾ ഇടാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലോട്ട് ഇടാം. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എപ്പോഴും നമ്മൾ മീഡിയത്തിലേ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വടയുടെ അകഭാഗം ഒന്നും വേവാതെ വരും. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അകഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിയൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. അകഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. വടയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവെല്ലാം വെച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ മാവ് വെച്ച് ഞാൻ 12ഓളം വട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ വലിപ്പം അനുസരിച്ച് 12 തൊട്ട് 15 വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉഴുന്നുവട എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഏതെങ്കിലും ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.